ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഓർത്തു നമുക്കൊരു റെഫറൻസ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഞാനൊരു 5 to 6 year old കിഡ്സിൻ്റെ സൈസ് ഷർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എക്സാക്ട് ഈ സെയിം ഫാബ്രിക് കിട്ടിയില്ല. അതിന് പകരം ഞാൻ ഓർഗാൻസ നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇതെന്താ ഈ കളറിൽ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാറ്റേൺ പേപ്പർ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പറിൽ ചെയ്യാൻ നോക്കുന്നത്. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും സെറ്റ് ആക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 5.25 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ചും നെക്ക് ഡെപ്ത് 2.5 ഇഞ്ചും ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. കഴുത്ത് ഞാനൊരു ബോട്ട് നെക്ക് ഷേപ്പിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഷോൾഡറിൽ ഒരു ചരിവുണ്ട്, അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോൾ ഡെപ്ത് എടുക്കുകയാണ്. അതും ഞാൻ 5.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഷോൾഡർ പോയിന്റ് എത്രയാണോ അത് തന്നെ നമുക്ക് കൊടുക്കാം. കാരണം ഈ ഒരു ഉടുപ്പിന് ഞാൻ പുറകിൽ സിബ് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 6.25 ഇഞ്ചാണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുത്ത് അതിനോടൊപ്പം ഒരു 0.25 ഇഞ്ച് കൂട്ടുന്നതാണ്. ഇനി ടോപ്പിൻ്റെ ലെങ്ത് ഞാൻ 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ ബേസ് മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് 6 ഇഞ്ചാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ആം ഹോൾ ഡെപ്തിന് 2 സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ആദ്യത്തെ ഒരു പോയിന്റ് ഇതേപോലെ ടേപ്പ് വെച്ച് കണ്ടുപിടിച്ചു. ആ പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതേപോലെ 1 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് ലൈനിന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ പോയിന്റ്സ് തമ്മിൽ മുട്ടിച്ചുകൊണ്ട് നമ്മുടെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടൂളിൻ്റെ പേരാണ് ഫ്രഞ്ച് കർവ് ടൂള് കേട്ടോ. ഇനി നമ്മൾ നെക്ക് വരയ്ക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബോട്ട് നെക്ക് ഷേപ്പിലാണ്. അപ്പോൾ അതേപോലെ ചെയ്യുക. ഇനി നമ്മുടെ ചെസ്റ്റ് ലൈനിന് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കേർവ് ചെയ്ത് നമ്മുടെ ആ ഒരു ആം ഹോൾ വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും 2 പീസാക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടെ കട്ട് ചെയ്തു. ഇനി നമുക്കിത് പാറ്റേൺസിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ബാക്ക് ബോഡീസ് ചെയ്യാനും രണ്ടാമത്തെ ഫ്രണ്ട് ബോഡീസ് ചെയ്യാനുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് ബോഡീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫാബ്രിക് കട്ട് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നമ്മളിവിടെ 3 ഫാബ്രിക്കാണ് എടുക്കുന്നത്. ഒന്ന് സാറ്റിൻ ഫാബ്രിക്, പിന്നൊന്ന് നെറ്റിൻ്റെ ഫാബ്രിക്, പിന്നൊന്ന് ലൈനിങ് ഫാബ്രിക്. നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാൻസ നെറ്റില്ലേ, അതാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ബോഡീസിന് 2 ഭാഗമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആദ്യം വരുന്ന കഴുത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ സാധാ നെറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് ബോഡീസിന് അങ്ങനെയൊന്നുമില്ല. ബാക്ക് ബോഡീസ് എല്ലാം നോർമൽ പോലെയാണ്. പിന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടായിരിക്കും തുണി മടക്കിയതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടായിരിക്കും നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പാറ്റേൺ ട്രേസ് ചെയ്യണമെങ്കിൽ നമ്മളിത് ആ പാറ്റേൺസ് തമ്മിലൊന്ന് ഒട്ടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ബോഡീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഇടേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ഞാൻ എടുത്ത കഴുത്ത് കുറച്ച് ചെറുതാണെന്ന് ഉള്ള കാര്യം. ഞാൻ ആദ്യം ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കീ ഹോൾ ഓപ്പണിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഭാഗ്യത്തിന് എന്തെങ്കിലും തുണി അഡീഷണൽ വേറെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടത്. സ്റ്റിച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ചെകപുകയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ ഫ്രണ്ട് ബോഡീസ് 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. കഴുത്തിൻ്റെ ഭാഗത്ത് ഇതേപോലെ സാധാ നെറ്റാണ് കൊടുക്കുന്നത്. അത് ഞാൻ പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് തുണി കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 1 നെറ്റ് കട്ട് ചെയ്ത് കാണിച്ചോളൂ. ശരിക്കും നമ്മൾ 2 നെറ്റാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ.
ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ ഫ്രോക്കിന് ബാക്കിൽ ഇൻവിസിബിൾ സിബ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഉടുപ്പ് തിരിച്ചിട്ട് കഴിയുമ്പോൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്തതെന്ന് കാണാൻ കഴിയും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയില്ല. കാരണം ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് പോകുന്നത്. ഇതിൻ്റെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. കാരണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടാത്തത് കേട്ടോ. ഇനി നിങ്ങൾ റെഫറൻസ് പിക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ യോക്കിൻ്റെ അവിടെ ഒരു ബെൽറ്റ് പോലൊരു സംഭവം വരുന്നുണ്ട്. അതിനാണ് ഞാൻ ഈ ഒരു 2 ഇഞ്ച് വീതിയിൽ ഞാനത് മാർക്ക് ചെയ്യുന്നത്. ആ ഭാഗത്തായിരിക്കും നമ്മുടെ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത നമ്മുടെ തയ്യൽ തുമ്പാണ്. നമ്മൾ തയ്യൽ തുമ്പ് 2 സൈഡിലും 1 ഇഞ്ച് വെച്ചായിരുന്നു വിട്ടിരുന്നത്. അതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. കാരണം ആ 2 തയ്യൽ തുമ്പും വിട്ടിട്ടായിരിക്കണം അതിനുള്ളിലാണ് നമ്മുടെ റെഫറൻസ് പിക്ക് കാണുന്ന പോലെ ആ ഒരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഓർഗാൻസ നെറ്റ് ഫാബ്രിക് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീതിയും ലെങ്ത്തും എന്ന് പറയുന്നത് 4 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതേപോലെ ചുറ്റി അടിച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് വിടുക. എന്നിട്ട് നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഡയഗണലി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പണ്ട് നമ്മൾ ഓർഗാനിക് തുണിക്കകത്ത് റോസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഒരു പാറ്റേണും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊരു കുറച്ച് കൂടുതൽ നമ്മളങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മളതിൻ്റെ യോക്ക് പാർട്ടിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യില്ല. കാരണം തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് മാറ്റിയിട്ട് നമ്മുടെ ആ ഓർഗാൻസ ഫാബ്രിക് ഉണ്ടല്ലോ അതിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ റെഫറൻസ് ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഡിസൈൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ സെയിം ഓർഗാൻസ ഫാബ്രിക്കിൽ തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റ് കൊടുക്കുന്ന ഭാഗത്തുള്ള വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഓർഗാൻസ ഫാബ്രിക്കിൻ്റെ മൊത്തത്തിലുള്ള വീതി 12 ഇഞ്ചാണ്. അതിന് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ 6 ഇഞ്ച് വീതിയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ അതിന് ചേർത്ത് നമ്മുടെ മെയിൻ ബോഡിയായിട്ട് താഴത്തൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിൽ കൂടി വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതൊന്നും കൂടി നല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ബാക്കി വന്ന ബെൽറ്റ് താഴത്തോട്ട് മടക്കി വീണ്ടും നമ്മുടെ മെയിൻ ബോഡിയുടെ വേസ്റ്റുമായിട്ട് ചേർത്ത് ഇതേപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ സൈഡ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഇൻ്റർലോക്കിംഗ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആവും. ഞാൻ ആ യോക്ക് പാർട്ടിൽ ഭംഗി കൂട്ടാനായിട്ട് ബീഡ്സ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഭംഗിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് നോക്കാം. റെഫറൻസ് പിക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, സ്കേർട്ടിന്റെ ഭാഗം 6 തട്ടായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ 6 തട്ടും പ്രത്യേകിച്ച് ഗ്യാദേഴ്സ് കൊടുത്തിട്ടില്ല, പ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സർക്കുലാർ സ്കേർട്ടിന്റെ മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. 6 തട്ട് സർക്കുലാർ സ്കേർട്ടിന്റെ മോഡൽ വരുമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 5 തട്ടാണ് കൊടുക്കുന്നത്. കാരണം അത്രയും ഫാബ്രിക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 5 തട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാറ്റേൺസ് ഞാൻ കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു സർക്കുലർ സ്കേർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് 2 പാറ്റേൺ ഷീറ്റ് മതിയാവുമെന്ന്. പക്ഷേ തികഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പറും കൂടി വെച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയൊരു പാറ്റേൺ പേപ്പറാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 മടക്കണം. നിങ്ങൾ സർക്കുലർ സ്കേർട്ടൊക്കെ ചെയ്യുമ്പം സ്കേർട്ട് ചെയ്യാറില്ലേ, അതേപോലെ 4 മടക്കണം. അപ്പോൾ നമ്മൾ പാറ്റേൺ പേപ്പർ 4 മടക്കുക. അതിനുശേഷം സർക്കുലർ സ്കേർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π ആണ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28 ആണ്. പക്ഷേ ഞാൻ വേസ്റ്റ് റൗണ്ടിന് വരെ എടുത്തത് ചെസ്റ്റ് റൗണ്ട് ആയിപ്പോയി. എൻ്റെ മിസ്റ്റേക്കാണ്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ 25 ഇഞ്ച് ഡിവൈഡഡ് ബൈ 6.28 എന്ന് പറയുമ്പോൾ 3.98 ആണ്. അതിന് റൗണ്ട് ചെയ്താണ് നമ്മൾ 4 ഇഞ്ച് ഇവിടെ വേസ്റ്റ് ലൈൻ ഞാൻ കറക്റ്റ് ചെയ്തത്. ശരിക്കും ചെസ്റ്റ് റൗണ്ടിന് വരെ നിങ്ങൾ വേസ്റ്റ് റൗണ്ട് വേണം എടുക്കാൻ. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ 24 ആണ്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 6.28 ചെയ്യുമ്പോൾ നമുക്ക് 3.8 ആണ് കിട്ടുന്നത്. കുഴപ്പമില്ല, ഒരു 0.1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ മിസ്റ്റേക്കാണ്. എനിക്കത് ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ എനിക്ക് മാറിപ്പോയതാണ്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആക്കുക. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 24 ആണ്. അതിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 15 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കോർണർ ഭാഗവും ഈ 15 ഇഞ്ച് വരെയുള്ള ടോട്ടൽ ലെങ്ത്ത് നോക്കുക. അത് 19 ഇഞ്ചാണ്. അപ്പോൾ ആ കോർണറിൻ്റെ അവിടെ ടേപ്പ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ 19 ഇഞ്ച് കറക്റ്റാക്കി നമ്മൾ മാർക്ക് ചെയ്യുക. അന്നേരം നമുക്ക് കറക്റ്റ് നല്ല കേർവ് ഷേപ്പിൽ ആ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ 15 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈനിൽ നിന്ന് വേണം തുടങ്ങാൻ. സ്കേർട്ടിൻ്റെ താഴ്ഭാഗം കറക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ആ പാറ്റേൺ പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നേ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ റെഫറൻസ് നോക്കിയാൽ കാണും, അവിടെ 6 ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ 6 ലെയർ കൊടുക്കുന്നില്ല, 5 ലെയറേ കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 15 ആണ്. 15നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലെയറിൻ്റെ വീതി എന്ന് പറയുന്ന 3 ഇഞ്ച് കിട്ടി.
അങ്ങനെ 5 ലെയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ കറക്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ടേപ്പ് ഏറ്റവും ടോപ്പ് പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് ആദ്യത്തെ 3rd പോയിന്റ് വരെ നോക്കുക. അന്നേരം നമുക്ക് 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ച് ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് ആദ്യത്തെ ലെയറിൻ്റെ താഴ്ഭാഗം നമ്മൾ ജോയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ലെയർ നമ്മൾ ടേപ്പ് ടോപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് രണ്ടാമത്തെ പോയിന്റ് വരെ മാർക്ക് ചെയ്യുക. അന്നേരം നമുക്ക് 10 ഇഞ്ച് കിട്ടി. ആ 10 ഇഞ്ച് ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് രണ്ടാമത്തെ ലെയറും കറക്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ ലെയേഴ്സും നമ്മൾ കറക്റ്റ് ചെയ്യുക. ടേപ്പ് നമ്മൾ വെക്കേണ്ടത് ആ ഒരു കോർണർ ഭാഗത്തായിരിക്കണമെന്നേ ഉള്ളൂ. കോർണർ ഭാഗത്ത് വെച്ചുകൊണ്ട് ഓരോ പോയിൻറ്റിൻ്റെയും ടോട്ടൽ ലെങ്ത് എടുത്ത് ടേപ്പ് മൂവ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഓരോ ലെയറിനും നമുക്ക് 3 ഇഞ്ച് വീതിയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സാറ്റിൻ തുണിയിലോട്ടാക്കണം. അതായത് 40 ഇഞ്ച് നീളവും 40 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ സാറ്റിൻ തുണി എടുത്തിരിക്കുന്നത്. അതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കുലർ സ്കർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. അതിനോടൊപ്പം നമ്മൾ ഇക്വേഷൻ പ്രകാരം കിട്ടിയ റേഡിയസ് എത്രയാണ്? 4 ഇഞ്ച്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 19 ആയി. അതിനോടൊപ്പം 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂട്ടിയപ്പം 20 ഇഞ്ചായി. 20ൻ്റെ 2 ഇരട്ടി എടുക്കുക, അങ്ങനെ 40. അപ്പോൾ 40 ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് തുണി നമ്മൾ കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മടക്കിയിട്ടാണ് മെയിൻ പാറ്റേൺ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയും ഹെമ്മിൻ്റെ അവിടെയും 1/2 ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് തുണി സർക്കുലർ സ്കേർട്ടിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഈ 3 ലെയർ വെച്ചിട്ട് 5 എണ്ണം ഡിവൈഡ് ചെയ്തല്ലോ, അത് 3ഉം ആ 5ഉം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിനെ ട്രേസ് ചെയ്യുക, നമ്മുടെ സാറ്റിനിലോട്ട് വെച്ച് ട്രേസ് ചെയ്യുക. കാരണം ആ ലൈനിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ വീതി അറിയാനായിട്ടാണ് ഞാനത് ട്രേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തുണി നമുക്കിനി മെയിൻ തുണി എടുക്കാം. ഓർഗാൻസ നെറ്റാണ്. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റേഡിയസ് 4 ഇഞ്ച്, അതിനോടൊപ്പം ആദ്യത്തെ ലെയർ അതിൻ്റെ വീതി 3 ആണ്. അപ്പം 4ഉം 3ഉം 7, 7ൻ്റെ ഒപ്പം 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 8, 8ൻ്റെ 2 ഇരട്ടി എടുക്കുക. അപ്പോൾ 16 ഇഞ്ച് നീളവും വീതിയിലുള്ള തുണി 4ആയിട്ട് മടക്കിയിട്ടാണ് ആദ്യത്തെ ലെയർ നമ്മൾ ട്രേസ് ചെയ്യുന്നത്. ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ വേസ്റ്റിനും ഹെമ്മിനും 1/2 ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ എടുക്കുക. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലെയർ വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ ലെയറും കൂടി കൂട്ടണം. ആദ്യത്തെ 3 ഇഞ്ച് പ്ലസ് രണ്ടാമത്തെ ലെയറിൻ്റെ 3 ഇഞ്ച്, അപ്പം 6 ഇഞ്ചായി. പിന്നെ നമ്മുടെ റേഡിയസ് 4 ഇഞ്ച്, അപ്പം മൊത്തം 10 ഇഞ്ച്. അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും പോയി, അപ്പോൾ 11. 11ൻ്റെ 2 ഇരട്ടി എടുക്കുക, 22. 22 ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് തുണി കട്ട് ചെയ്തിട്ട് അത് 4ആയിട്ട് മടക്കിയിട്ടാണ് ഇതേപോലെ രണ്ടാമത്തെ ലെയർ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈനിന് മുകളിലോട്ട് 2 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടുന്നത്. ഈ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലെയറും 2 ഇഞ്ച് വെച്ച് കയറ്റി വെച്ചാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം തയ്ച്ചെല്ലാം കഴിയുമ്പോൾ നമ്മുടെ തയ്യൽ ഈ തുണി ഇങ്ങനെ പൊങ്ങിയിരിക്കും. അന്നേരം ആ തയ്യൽ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് കയറ്റിയെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ലെയർ, അതായത് മൂന്നാമത്തെ ലെയർ വരെ കൂട്ടുക. ആദ്യത്തെ ലെയർ 3 ഇഞ്ച്, രണ്ടാമത്തെ ലെയർ 3 ഇഞ്ച്, മൂന്നാമത്തെ ലെയറും 3 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ എത്രയായി? 9 ഇഞ്ചായി. ഈ 9ഉം നമ്മുടെ റേഡിയസ് 4ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 13 ഇഞ്ചായി. അതിനോടൊപ്പം 1 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ 14 ഇഞ്ച്. 14ൻ്റെ 2 ഇരട്ടി എടുക്കുക, അതായത് 28 ഇഞ്ച്. അങ്ങനെയാണ് മൂന്നാമത്തത് എടുത്തിരിക്കുന്നത്. അവിടെയും നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നാലാമത്തെ ലെയർ എടുക്കുക. നാലാമത്തെ ലെയർ വരെ ആഡ് ചെയ്യണം. അപ്പം നാലാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3rd ലെയർ, രണ്ടാമത്തെ 3rd ലെയർ, മൂന്നാമത്തെ 3rd ലെയർ, നാലാമത്തെ 3rd ലെയർ. അങ്ങനെ ടോട്ടൽ 12 ഇഞ്ച് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം 4 ഇഞ്ച് നമ്മുടെ റേഡിയസും കൂടി കൂട്ടുക. അന്നേരം നമുക്ക് 16 ഇഞ്ച് വരും. ഈ 16ൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂടുമ്പോൾ 17. 17ൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 34 ഇഞ്ച്. അപ്പോൾ 34 ഇഞ്ച് നീളവും വീതിയിലും തുണി കട്ട് ചെയ്തിട്ട് അത് 4ആയിട്ട് മടക്കിയിട്ട് വേണം ഇതെടുക്കാൻ. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? 5ാമത്തെ ലെയറാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. 5ാമത്തെ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 5ാമത്തെ ലെയർ വരെയുള്ള ടോട്ടൽ ലെങ്ത്ത് നോക്കുക. അത് എത്രയാണ്? 15 ഇഞ്ചാണല്ലോ. ആ 15നൊപ്പം നമ്മുടെ റേഡിയസ് 4 ഇഞ്ച് കൂട്ടുക, അന്നേരം 19 ഇഞ്ച്. അതിനോടൊപ്പം 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടുക, അന്നേരം 20 ഇഞ്ച്. 20ൻ്റെ 2 ഇരട്ടി 40. അപ്പം 40 ഇഞ്ച് നീളവും വീതിയിലുമാണ് തുണി കട്ട് ചെയ്യുക. അത് 4ആയിട്ട് മടക്കിയിട്ടാണ് ഇതേപോലെ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേസ്റ്റിൻ്റെ അവിടുന്ന് മുകളിലോട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയറിന് കൊടുക്കണ്ട, കാരണം അത് 1/2 ഇഞ്ച് നമ്മുടെ വേസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണല്ലോ. അതിന് ശേഷമുള്ള എല്ലാത്തിനും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലെയേഴ്സ് എടുത്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലൈനിങ് പീസാണ് എടുക്കുന്നത്. ഞാനിവിടെ 2 ലൈനിങ് തുണി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് പഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ഞാൻ പ്ലേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പ്ലേറ്റ് ഇടത്തില്ലേ, പ്ലേറ്റ് ഇടാൻ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
പ്ലീറ്റ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗവും അടിക്കുക, സൈഡും അടിക്കുക. കണ്ടോ, നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എടുക്കുമ്പം 25 ഇഞ്ച് കിട്ടി. അതായത് 24 നമ്മുടെ വേസ്റ്റ് റൗണ്ട്, അതിനോടൊപ്പം 1/2 ഇഞ്ച് വെച്ച് തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പ്, അങ്ങനെയാണ് 25. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലീറ്റഡ് സ്കേർട്ട് റെഡിയായി. ഇനി രണ്ടാമത്തെ പ്ലീറ്റഡ് സ്കേർട്ട് എന്ന് പറയുന്നത് ഞാൻ ക്യാൻ സ്കേർട്ട് അറ്റാച്ച് ചെയ്ത രീതിയില്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അതിനിവിടെ 4 ഇരട്ടി തുണിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഇരട്ടി എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ആദ്യം ഒരു വീതിയുള്ള 3 ഇഞ്ച് വീതിയിൽ ഒരു വലിയൊരു പ്ലീറ്റ് എടുക്കുക. അതിനെ 2 വട്ടം ഫോൾഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ നല്ല വീതിയുള്ള, അതായത് 3 ഇഞ്ച് വീതിയിലൊരു പ്ലീറ്റ് എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു മടക്ക് മടക്കി, പിന്നെ തിരിച്ചൊരു മടക്ക് മടക്കി. അങ്ങനെയാണ് ഞാൻ ഈ പ്ലീറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി പഫ്നെസ് കിട്ടും. അങ്ങനെ അതും ഒരു 25 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാബ്രിക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 2 ഇരട്ടി ഉള്ളെങ്കിൽ 2 ഇരട്ടി എടുത്താൽ മതി. അപ്പം ഗ്യാപ്പ് ഇട്ട് പ്ലീറ്റ് കൊടുത്താൽ മതി. അന്നേരം നമ്മുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വരെ എത്തും. അങ്ങനെ 2 പ്ലീറ്റഡ് സ്കേർട്ടും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ സാറ്റിനോട്ട് ഞാൻ ആ 3 ഇഞ്ച് ലെയർ ഓരോന്നും ഇങ്ങനെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ പോകുമല്ലോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അടി മടക്കി അടിക്കണം. മടക്കി അടിക്കാനായിട്ട് ഞാനിവിടെ ഒരു റോളർ ഫൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്തത്, ഇതേപോലെ 2ആയിട്ട് മടക്കുക, ചെറിയ വീതിയിൽ മടക്കുക. എന്നിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് നമ്മൾ നോർമലി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയ തുണി ആ ഫൂട്ടറിൻ്റെ ആ റോൾ ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ, അതിനിടയിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഹോളിലോട്ട് തുണി പൊയ്ക്കോളും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഇങ്ങനെ തുണി ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ട് ബാക്കിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അത് ഞാനിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്വയം അത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടുന്നത് കേട്ടോ. ഇപ്പം റോളർ ഫൂട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അല്ലാണ്ട് തന്നെ ഇതേപോലെ ചെറിയ വീതി കനത്തിൽ മടക്കിയടിക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതി ചെയ്താലും മതി. ഇനി നമ്മൾ ഈ ഓരോ ഓർഗാൻസ നെറ്റിനകത്ത് നമ്മളിപ്പം മടക്കിയടിച്ചല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വയറിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. ആ വയറിങ്ങാണ് നിങ്ങൾ നേരത്തെ കണ്ടത്, ടങ്കീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ എടുക്കുന്ന വയറില്ലേ, അതിൻ്റെ ഭയങ്കര കനം കുറഞ്ഞ വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കനം കൂടിയതുകൊണ്ട് ഞാനിവിടെ കനം കുറഞ്ഞാണ് എടുത്തത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ വയറുള്ളിൽ വെച്ചിട്ട് ഈ തുണി 2ആയിട്ട് മടക്കുക. എന്നിട്ട് ആ റോളർ ഫൂട്ടറിൻ്റെ ഇടയിലോട്ട് ആ തുണി ഇങ്ങനെ ആ ഹോളിൻ്റെ ഇടയിലോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കും ഫ്രണ്ടും ഇങ്ങനെ പിടിച്ച് പതുക്കെ തയ്ച്ചെടുക്കുക. അതൊരു 2-3 വട്ടം അതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടങ്കീസ് ഞാൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് വളഞ്ഞ് ഒരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഭംഗിയായിരിക്കും. ഇതേപോലെ കുഞ്ഞി ടെക്നിക്സ് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അതല്ലാണ്ട് നമ്മൾ ഭയങ്കര ഭീകരമായിട്ട് എഫേർട്ടും എടുക്കണം. പക്ഷേ അതിനോടൊപ്പം ഇങ്ങനെയുള്ള ടെക്നിക്സും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ തയ്യൽ എളുപ്പമായിട്ട് കിട്ടും. കണ്ടോ, അങ്ങനെ ഞാൻ 5 ലെയേഴ്സും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ ലെയറും ഇനി ഈ സാറ്റിനകത്തോട്ട് വെച്ച് തയ്ക്കണം. ആദ്യത്തെ ലെയർ നമുക്ക് ആദ്യം വലിയ ലെയറിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ലെയർ നമുക്ക് ആദ്യം തയ്ക്കാം. ആദ്യത്തെ ലെയർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാറ്റിനാണ്, നമ്മൾ ഒത്തിരി വലിക്കല്, മയത്തിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ സ്റ്റിച്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ ലെയർ വെക്കുക. കണ്ടോ, രണ്ടാമത്തെ ലെയർ വെക്കുമ്പം കണ്ടോ 2 ഇഞ്ച് കയറ്റിയാണ് വെച്ചേക്കുന്നത്. കണ്ടോ, അതാ ഓരോന്നും പൊക്കി നോക്കുമ്പോൾ അറിയാം 2 ഇഞ്ച് കയറിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ ആ ഓരോ ലെയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ 2 പ്ലീറ്റഡ് സ്കേർട്ടും അകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ആ വേസ്റ്റ് മൊത്തം ചുറ്റിയടിക്കുക. 3ഉം കൂടി ചേർത്ത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അടിക്കുക. ഇനി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ നല്ല ഭാഗവും സ്കേർട്ടിന്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു, അത് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വേറെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോയും കൂടി അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഈ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. അതാണ് ഇത്രയും ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു വാശിയാണല്ലോ, എങ്ങനെയെങ്കിലും തീർക്കണമെന്ന്. അങ്ങനെ തീർത്തെടുത്തതാണ് ഈ ഒരു ഉടുപ്പ്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഉടുപ്പിൻ്റെ ചീത്ത ഭാഗം പുറത്തോട്ട് എടുക്കുക. അതാ ഇങ്ങനെ എടുക്കുക. അപ്പം ടോപ്പ് അകത്തോട്ട് പോകുന്ന പോലെ, അതായത് ബോഡി പാർട്ട് അകത്തോട്ട് പോകുന്ന പോലെ വെക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ എക്സ്ട്രാ ഒരു ലൈനിങ്ങും കൂടി പ്ലേറ്റ് ഇട്ട് അടിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ അകത്തോട്ടാക്കിയിട്ട്, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അങ്ങനെ വരുമ്പം നമ്മുടെ ഉടുപ്പിൻ്റെ അകം ഭാഗത്ത് തയ്യൽ തുമ്പ് കാണത്തില്ല, നല്ല വൃത്തിക്ക് ഇരിക്കും.
നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കാണാം. ഞാൻ ഇതിനകത്ത് ക്യാൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മുടെ റെഫറൻസ് പോലെ അത്രയും ഒത്തിട്ടില്ലെങ്കിലും എവിടേക്കൊക്കെയോ ഒത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എക്സാക്റ്റ് അതേ ഫാബ്രിക് തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഓർഗാൻസ നെറ്റ് ഫാബ്രിക്കാണ് ചൂസ് ചെയ്തത്. ഒരു ഉടുപ്പിൻ്റെ ഭംഗി എന്തുകൊണ്ടും അതിൻ്റെ ഫാബ്രിക്കിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.